ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററായ നമ്മുടെ ഭൂമി. ഈ ചാപ്റ്ററിൽ ഭൂമിയുടെ ഘടന, ഭൂമിയുടെ ഉള്ളറ, പിന്നെ അന്തരീക്ഷം, അന്തരീക്ഷത്തിൻ്റെ പ്രധാന പാളികൾ, അന്തരീക്ഷത്തിലെ അടങ്ങിയിരിക്കുന്ന പ്രധാന വാതകങ്ങൾ ഇവയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പഠിക്കാം. നമ്മുടെ ഭൂമി. നമുക്ക് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ചൂട് അറിയാം അല്ലേ? പക്ഷെ ഭൂമിയുടെ ഉള്ളറയിൽ എത്രയാണ് ചൂടെന്നറിയാമോ? അറിയില്ല. ഭൂമിയുടെ ഭൂകേന്ദ്രത്തിലേക്കുള്ള ദൂരം എത്രയാണെന്ന് അറിയാമോ? ഭൂമിയുടെ തന്നെ ഏറ്റവും ആഴമുള്ള ഒരു ഖനിയുടെ താഴ്ച എന്ന് പറയുന്നത് തന്നെ 12 കിലോമീറ്ററാണ്. ഭൂമിയുടെ ഏറ്റവും ആഴത്തിലുള്ള ഒരു ഖനിയുടെ ദൂരം എന്ന് പറയുന്നത് 12 കിലോമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭൂകേന്ദ്രത്തിൽ, ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഭൂകേന്ദ്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 6371 കിലോമീറ്ററാണ്. ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഭൂകേന്ദ്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 6371 കിലോമീറ്ററാണ്. അവിടെയുള്ള ചൂട് എത്രയാണെന്ന് വെച്ചാൽ 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ അനുഭവപ്പെടുന്ന, ഭൂമിയുടെ കേന്ദ്രത്തിൽ അനുഭവപ്പെടുന്ന താപം എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്താണ് പറഞ്ഞത്? ഭൂകേന്ദ്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 6371 കിലോമീറ്റർ, അവിടെയുള്ള ചൂടെന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞു. നമ്മൾക്ക് എങ്ങനെ അറിയാൻ പറ്റും അവിടെ എത്രയും ചൂടാണെന്നൊക്കെ? അത് എങ്ങനെ അറിയാൻ പറ്റും? ഈ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ നമുക്കറിയാൻ പറ്റും. പിന്നെ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനങ്ങൾ വിശകലനം ചെയ്തറിയാൻ പറ്റും. അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിലൂടെയും നമുക്ക് ഈ ഭൂമിയുടെ ഭൂകേന്ദ്രത്തിലുള്ള ചൂടിനെ പറ്റിയും അവിടെയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഭൂമിയെ പ്രധാനമായും 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്. ഭൂവൽക്കത്തെ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ട് മാൻഡിലിനെയും ഉപരിമാൻഡിൽ, അധോ മാൻഡിൽ, കാമ്പിനെയും പുറക്കാമ്പ്, അകക്കാമ്പ് എന്നൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്. ഭൂവൽക്കം ഏറ്റവും പുറമേ ഉള്ള പാളി, ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ള പാളിയാണ് ഭൂവൽക്കം. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്ന പാളി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭൂവൽക്കമാണ്. ഖര രൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമായ പാളിയാണ് ഭൂവൽക്കം. ഓക്കെ, ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്നു, ഏറ്റവും പുറമേ ഉള്ള പാളിയാണെന്നറിയാം. പിന്നെ ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിന് 2 ഭാഗങ്ങളുണ്ട്: വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. വൻകര ഭൂവൽക്കത്തിനാണ് സമുദ്ര ഭൂവൽക്കത്തിനെ അപേക്ഷിച്ച് കനം കൂടുതൽ. വൻകര ഭൂവൽക്കത്തിന് എത്രയാണ് കനം? 30 കിലോമീറ്റർ ആണ് കനം. അത് പർവ്വത പ്രദേശത്ത് പോകുമ്പോൾ 70 കിലോമീറ്റർ വരെ ആയേക്കാം. ഏകദേശ കനം എന്ന് ചോദിച്ചാൽ അത് 30 കിലോമീറ്റർ ആണ്. സമുദ്ര ഭൂവൽക്കത്തിന് 5 കിലോമീറ്റർ കനം മാത്രമേ ഉള്ളൂ. വൻകര ഭൂവൽക്കത്തിൻ്റെ കനം എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്റർ ആണ്. സമുദ്ര ഭൂവൽക്കത്തിൻ്റെ കനം 5 കിലോമീറ്ററുമാണ്. വൻകര ഭൂവൽക്കത്തെ നമ്മൾ സിയാൽ എന്ന് വിളിക്കുന്നു. സിലിക്കയും അലൂമിനിയവും ചേർന്ന മിശ്രിതം കൊണ്ട് നിർമ്മിച്ച് ഉണ്ട്. നമ്മൾ വൻകര ഭൂവൽക്കത്തെ എന്താണ് വിളിക്കുന്നത്? സിയാൽ എന്ന് വിളിക്കുന്നു. വൻകര ഭൂവൽക്കത്തിൽ കൂടുതലും കാണപ്പെടുന്ന ധാതുക്കൾ സിലിക്കണും അലൂമിനിയവുമാണ്. സമുദ്ര ഭൂവൽക്കത്തിനെ നമ്മൾ സിമ എന്ന് വിളിക്കുന്നു. സിലിക്കയും മഗ്നീഷ്യവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് സമുദ്ര ഭൂവൽക്കത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിമ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് മാൻഡിൽ. ഭൂവൽക്കത്തിൻ്റെ തൊട്ട് താഴെയുള്ള പാളിയാണ് മാൻഡിൽ. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ അത് മാൻഡിലാണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. ഭൂമിയുടെ എത്രയാണ് ദൂരം? ഭൂവൽക്കത്തിൽ നിന്ന് താഴെ 2900 കിലോമീറ്റർ ദൂരം വരെയാണ് മാൻഡിൽ വ്യാപിച്ചിരിക്കുന്നത്. ഭൂവൽക്കത്തിന് താഴെ 2900 കിലോമീറ്റർ വരെ. വാല്യൂസ് എല്ലാം ശ്രദ്ധിച്ച് നോക്കണേ. കുറേ കിലോമീറ്റർ പറഞ്ഞു, ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞു, ഭൂവൽക്കത്തിൻ്റെ കനം ഇപ്പോൾ പറഞ്ഞത്, മാൻഡിലിൻ്റെ ദൂരം 2900. മാൻഡിലിനും ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗമാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലത്തിൻ്റെ താഴെ പദാർത്ഥങ്ങൾ അർദ്ധദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷം ആ ഭാഗത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? അസ്തനോസ്ഫിയർ. അർദ്ധദ്രാവകാവസ്ഥയിലുള്ള ഭാഗമാണ്
അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിനും താഴെ ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അത് ഖരാവസ്ഥയിലാണ്. എന്താണ് പറഞ്ഞത്? മാൻഡിലിനെ കുറിച്ചാണ് പറഞ്ഞത്. മാൻഡിൽ ഭൂവൽക്കത്തിന് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. എത്ര കിലോമീറ്റർ? 2900 കിലോമീറ്റർ വരെ താഴെയാണ് മാൻഡിൽ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ് മാൻഡിൽ. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ നമ്മൾ ശിലാമണ്ഡലമെന്നും, ശിലാമണ്ഡലത്തിൻ്റെ താഴെ പദാർത്ഥങ്ങൾ ഉരുകിയ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗത്തെ നമ്മൾ അസ്തനോസ്ഫിയർ എന്നും വിളിക്കുന്നുവെന്ന് പറഞ്ഞു. അസ്തനോസ്ഫിയറിനും താഴെയുള്ള ഭാഗങ്ങൾ ഖരാവസ്ഥയിലാണ് എന്നും പറഞ്ഞു. പിന്നെ മാൻഡിലിനെ തിരിച്ചിട്ടുണ്ട്, ഉപരിമാൻഡിലെന്നും അധോ മാൻഡിലെന്നും. ഉപരിമാൻഡിൽ ഖരാവസ്ഥയിലും അധോ മാൻഡിൽ അർദ്ധദ്രാവകാവസ്ഥയിലുമാണ്. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവണ്ട, ഇത്രയും പഠിച്ചോ. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തതാണ് കാമ്പ്. ഭൂമിയുടെ കേന്ദ്രഭാഗം എന്ന് ചോദിച്ചാൽ അത് കാമ്പാണ്. കാമ്പിനെ നമ്മൾ നിഫെ എന്ന് വിളിക്കുന്നു. നിക്കലും ഫെറവും. എന്താണ് ഫെറം? അയൺ, ഇരുമ്പും കൂടെ ചേർന്നത് കൊണ്ട് നമ്മൾ കാമ്പിനെ എന്തെന്ന് വിളിക്കുന്നു? നിഫെ എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ കേന്ദ്രഭാഗമാണ്, മാൻഡിലിൻ്റെ താഴെയാണ്. എത്രയാണ് ദൂരം? മാൻഡിലിൻ്റെ താഴെ തുടങ്ങി 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഭാഗമാണ് കാമ്പ്. ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് കാമ്പ്. 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന ഭാഗമാണ് കാമ്പ്. ഓക്കെ, കിട്ടിയല്ലോ. അടുത്തത് അന്തരീക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വാതക പുതപ്പാണ് എന്ത്? അന്തരീക്ഷം അല്ലേ? ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു വാതക പുതപ്പാണ് അന്തരീക്ഷം. പിന്നെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജൻ. അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജൻ. നോ എ സി എന്ന് പഠിക്കാം. NOA, നോ എ സി. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. നൈട്രജൻ 78%, ഓക്സിജൻ 21%, ആർഗൺ 0.93%, കാർബൺ ഡൈ ഓക്സൈഡ് 0.037%. നൈട്രജൻ 78, ഓക്സിജൻ 21, ആർഗൺ. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരേ ഒരു അലസവാതകം, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അലസവാതകം എന്ന് ചോദിച്ചാലും ഏതാണ്? ആർഗൺ. എത്രയാണ്? 0.93%. കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം എന്ന് ചോദിച്ചാൽ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. എത്രയാണ്? 0.037% ആണ് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നത്. അന്തരീക്ഷത്തിനെ ലംബതലത്തിൽ പ്രധാനമായും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ലംബതലത്തിൽ എന്ന് പറയുമ്പം ദൂരം 90 കിലോമീറ്റർ ദൂരം വരെയുള്ള ഭാഗമാണ് ഹോമോസ്ഫിയർ. അവിടെ വാതകങ്ങളുടെ ഐക്യരൂപമുള്ള അന്തരീക്ഷ ഭാഗമാണ് ഹോമോസ്ഫിയർ. ഹോമോസ്ഫിയറിന് മുകളിൽ വാതകങ്ങൾ മിശ്രിത രൂപത്തിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഹെട്രോസ്ഫിയർ. ലംബതലത്തിൽ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു, ഹോമോസ്ഫിയർ എന്നും ഹെട്രോസ്ഫിയർ എന്നും. താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും അടുത്തുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും അടുത്തുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിലാണ് അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം നടക്കുന്നത്. ട്രോപ്പോസ്ഫിയറിലാണ് മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ നടക്കുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ശരാശരി ഉയരം എത്രയാണ്? 13 കിലോമീറ്റർ. ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. എന്താണ് ക്രമമായ താപനഷ്ട നിരക്ക്? ഓരോ 165 മീറ്റർ ഉയരം എത്തുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. അതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്കെന്ന് പറയുന്നത്. ഓരോ 165 മീറ്റർ ഉയരം കൂടുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ട്രോപ്പോസ്ഫിയറിൽ താപം കുറഞ്ഞു വരുന്നു. അതിനെ ക്രമമായ താപനഷ്ട നിരക്കെന്ന് പറയുന്നു. അപ്പോൾ ക്രമമായ താപനഷ്ടം അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി
അന്തരീക്ഷ പ്രതിഭാസങ്ങൾ അനുഭവപ്പെടുന്ന അന്തരീക്ഷപാളി, ഭൂമിയോട് പ്രതലത്തോട് ഏറ്റവും അടുത്തുള്ള അന്തരീക്ഷപാളി, യാത്രാവിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷപാളി. ഇതൊക്കെ ചോദിച്ചാൽ എന്താണ്? ട്രോപ്പോസ്ഫിയർ. ശരാശരി ഉയരം 13 കിലോമീറ്റർ. അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിൽ തുടങ്ങി ഏകദേശം 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇനി ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പാസ് ഉണ്ട്, അതാണ് ട്രോപ്പോപാസ്. ട്രോപ്പോസ്ഫിയറിൻ്റെ താഴെ ട്രോപ്പോസ്ഫിയറിൽ തുടങ്ങി 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷപാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട പോയിന്റ് ഓസോൺ പാളി. ഓസോൺ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്കെ, ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നു. പിന്നെ സമതാപ മേഖല. എന്താണ് സമതാപ മേഖല? സമതാപ മേഖല എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിൽ ഉയരം കൂടുന്നതനുസരിച്ച് താപവ്യത്യാസമൊന്നും അനുഭവപ്പെടുന്നില്ല. ആ ഭാഗത്തെയാണ് നമ്മളെന്ത് പറയുന്നത്? സമതാപ മേഖല എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപത്തിന് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ആ ഭാഗത്തെ നമ്മൾ സമതാപ മേഖല. ക്രമമായ നഷ്ടനിരക്ക് അനുഭവപ്പെട്ട മേഖലയാണ് ട്രോപ്പോസ്ഫിയർ. പക്ഷേ സമതാപ മേഖല എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. പിന്നെന്താണ്? നമ്മുടെ ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണ്? ഏത് അന്തരീക്ഷപാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. എന്നാണ് ഓസോൺ ദിനം? സെപ്റ്റംബർ 16. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. എന്നാണ് 1987 വിയന്നയിൽ വെച്ച് മോൺട്രിയൽ പ്രോട്ടോക്കോൾ അംഗീകരിച്ചു. മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങളെ നിരോധിക്കുന്നതിന് വേണ്ടി ഉള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണെന്ത്? മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഓസോൺ ദിനം സെപ്റ്റംബർ 16. എന്ന് മുതലാണ് ഓസോൺ ദിനം ആചരിച്ചു തുടങ്ങിയത്? 1994 മുതലാണ് ഓസോൺ ദിനം നമ്മൾ ആചരിച്ചു തുടങ്ങിയത്. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് സ്ട്രാറ്റോസ്ഫിയറും മെസോസ്ഫിയറും തമ്മിൽ വേർതിരിക്കുന്ന സംക്രമണ മേഖലയാണ് സ്ട്രാറ്റോപാസ്. ഓക്കെ, ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നത്, യാത്രാ വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ജെറ്റ് വിമാനം സഞ്ചരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്കെ, അടുത്തത് മെസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷപാളിയാണ് എന്ത്? മെസോസ്ഫിയർ. ഉയരം കൂടുന്തോറും താപം കുറഞ്ഞു വരുന്ന അന്തരീക്ഷപാളി, ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന അന്തരീക്ഷപാളി ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? മെസോസ്ഫിയറാണ്. ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന അന്തരീക്ഷപാളി, ഉയരം കൂടുന്തോറും താപം കുറഞ്ഞു വരുന്ന അന്തരീക്ഷപാളി, 50 മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷപാളി എന്നൊക്കെ ചോദിച്ചാൽ അത് മെസോസ്ഫിയറാണ്. മെസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല മെസോപാസ്. മെസോസ്ഫിയറിൻ്റെ മുകളിൽ ആരാണ്? തെർമോസ്ഫിയർ. മെസോസ്ഫിയറിന് മുകളിൽ 80 മുതൽ 400 കിലോമീറ്റർ വരെ. ഉയരങ്ങളെന്ന് പറഞ്ഞ് 13 കിലോമീറ്ററാണ് ട്രോപ്പോസ്ഫിയർ. അത് കഴിഞ്ഞാൽ 13 കിലോമീറ്റർ കഴിഞ്ഞാൽ 50 കിലോമീറ്റർ വരെ ആരാണ്? സ്ട്രാറ്റോസ്ഫിയർ. 50 മുതൽ 80 വരെ മെസോസ്ഫിയർ. 80 മുതൽ 400 വരെ തെർമോസ്ഫിയർ. ഏറ്റവും ചൂടനുഭവപ്പെടുന്ന, ഉയരം കൂടുന്തോറും താപം കൂടുന്ന അന്തരീക്ഷപാളി, ധ്രുവപ്രദേശങ്ങളിലെ അറോറ കാണുന്ന അന്തരീക്ഷപാളി, അതൊക്കെ ചോദിച്ചാൽ തെർമോസ്ഫിയറാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന അന്തരീക്ഷപാളി, ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷപാളി, അറോറകൾ ദൃശ്യമാകുന്ന അന്തരീക്ഷപാളി, ഇതൊക്കെ ചോദിച്ചാൽ എവിടെയാണ്? അത് തെർമോസ്ഫിയറിലാണ്. പിന്നെ അയണോസ്ഫിയർ. തെർമോസ്ഫിയറിൻ്റെ തന്നെ ഭാഗമാണ്. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന, അയണോ എന്ന് കേൾക്കുമ്പോഴേ അറിയാമല്ലോ, 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ വാതക തന്മാത്രകളായ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ രശ്മികളെ അയോണുകളാക്കി മാറ്റുന്ന പ്രതിഭാസമായ അയോണീകരണം നടക്കുന്ന മേഖല ആയതുകൊണ്ടാണ് അവിടെ അയോണോസ്ഫിയർ എന്ന് പറയുന്നത്.
അവിടെയാണ് റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത്. വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അയണോസ്ഫിയറിലാണ്. ഓക്കെ, തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. എക്സോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ. തെർമോസ്ഫിയറിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. വായു തന്മാത്രകളുടെ സാന്നിധ്യം കുറഞ്ഞ് ബഹിരാകാശത്തേക്ക് ലയിക്കുന്ന അന്തരീക്ഷ പാളി എന്നതെന്ന് ചോദിച്ചാൽ അത് എക്സോസ്ഫിയർ ആണ്. ഓക്കെ, എക്സോസ്ഫിയർ എന്താണ്? അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളി. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. വായു തന്മാത്രകളുടെ സാന്നിധ്യം കുറഞ്ഞ് ബഹിരാകാശത്തിലേക്ക് ലയിക്കുന്ന അന്തരീക്ഷ പാളിയും എക്സോസ്ഫിയർ ആണ്. ഓക്കെ, നിങ്ങൾക്കിത് പൂരിപ്പിക്കാൻ പറ്റുന്നുണ്ടോ നോക്കി. ടെക്സ്റ്റ് ബുക്കിലെ പേജാണ്. ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്. ഭൂവൽക്കത്തിൻ്റെ ഏറ്റവും പുറമേ ഉള്ള ഭാഗമാണ്. ബാക്കി എന്തൊക്കെയാണ് അറിയാം? വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. വൻകര ഭൂവൽക്കത്തിൻ്റെ കനം 30 കിലോമീറ്റർ, സമുദ്ര ഭൂവൽക്കത്തിന് 5 കിലോമീറ്റർ. പിന്നെ പർവ്വത പ്രദേശത്താണെങ്കിൽ 70 കിലോമീറ്ററാണ്. മാൻഡിലിനെ 2900 കിലോമീറ്റർ വരെ, ഭൂവൽക്കത്തിന് താഴെ 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ അറിയാം? ശിലാമണ്ഡലം. ഭൂവൽക്കവും മാൻഡിലിൻ്റെ താഴെയുള്ള ഭാഗവും ശിലാമണ്ഡലം. ശിലാമണ്ഡലത്തിൻ്റെ താഴെ ഉരുകിയ ദ്രാവകാവസ്ഥയിലുള്ളത് അസ്തനോസ്ഫിയർ. പിന്നെ കാമ്പ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാമ്പ് നിഫ എന്നറിയപ്പെടുന്നു. പുറക്കാമ്പ്, അകക്കാമ്പ്. അത് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ കേന്ദ്രഭാഗം. ഓക്കെ, അടുത്തത് എന്താണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ പാളികൾ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. എന്തൊക്കെ അറിയാം? ട്രോപ്പോസ്ഫിയർ എന്താണ്? ഏറ്റവും അന്തരീക്ഷ പ്രതിഭാസങ്ങൾ നടക്കുന്ന പാളി. ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്നു. സ്ട്രാറ്റോസ്ഫിയർ സമതാപ മേഖല, ഓസോൺ പാളി കാണപ്പെടുന്നു, ജെറ്റ് വിമാനം സഞ്ചരിക്കുന്നു. മെസോസ്ഫിയർ ഉയരം കൂടുന്തോറും താപം കുറയുന്ന അന്തരീക്ഷ പാളി. തെർമോസ്ഫിയർ ഉയരം കൂടുന്നതിനനുസരിച്ച് താപം കൂടുന്ന അന്തരീക്ഷ പാളി. തെർമോസ്ഫിയറിൻ്റെ താഴെയുള്ള ഭാഗമാണ് അയണോസ്ഫിയർ. വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. എക്സോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വായു തന്മാത്രയുടെ സാന്നിധ്യം കുറഞ്ഞ് ബഹിരാകാശത്തേക്ക് ലയിക്കുന്ന അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ. എല്ലാം കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇത് പൂരിപ്പിക്കാൻ പറ്റും. ചേരുംപടി ചേർക്കാനുള്ള ഒരു ഭാഗമാണ് പ്രവർത്തനം. കിട്ടുന്നുണ്ടോ നോക്കി. എക്സോസ്ഫിയർ എന്താണ്? എക്സോസ്ഫിയർ വായു തന്മാത്രകൾ ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തേക്ക് ലയിക്കുന്നു. തെർമോസ്ഫിയർ ആണെങ്കിലോ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. തെർമോസ്ഫിയർ 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത്. മെസോസ്ഫിയർ താപനില ഏറ്റവും കുറഞ്ഞ പാളി. സ്ട്രാറ്റോസ്ഫിയർ സമതാപ മേഖല അല്ലേ. ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന എവിടെയാണ്? മെസോസ്ഫിയറിലാണ് ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത്. ഉയരത്തിനനുസരിച്ച് ഒരു നിശ്ചിത താപത്തിൽ താപം കുറയുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.